മക്കൾസ്, നമ്മൾക്കപ്പോൾ നാഗർകോവിൽ കാഴ്ചകൾ കണ്ടിട്ട് വരാം. ഞങ്ങൾ നാഗർകോവിലിൽ എത്തി കേട്ടോ. വെളുപ്പിന് ഒരു 7 മണിയായപ്പോൾ എത്തി. ഇവിടുന്ന് ഒരു 12:45 തിരിച്ചത് കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ടൊരു വ്യൂ ആണ് എൻ്റെ സാറേ ഇത്. തമിഴ്നാടിൻ്റെ ഭംഗി അത് വേറെ ലെവൽ തന്നെയാണല്ലേ. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോയിലാക്കി കേട്ടോ. ഓട്ടോയിൽ അറിയാമല്ലോ, തമിഴ്നാടിൻ്റെ ഓട്ടോയിൽ ഫ്രണ്ടിലൊക്കെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടെ പോകുന്നത്. ഞങ്ങൾ പോകുന്നത് എന്തിനാന്ന് വെച്ചാൽ ചേട്ടന് കരാട്ടയുടെ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. ചേട്ടന് മാത്രമല്ല, ഇവർ ടോട്ടൽ ഒരു 12 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ അകത്ത് കത്താസ് ആണെങ്കിലും അതിൻ്റെ ഫൈറ്റിങ് അങ്ങനെ പല പല മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ എൻ്റെ അത് ഫൈറ്റിങ്ങിൻ്റെ അകത്തായിരുന്നു കേട്ടോ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു റൂം എടുത്തു. ഞങ്ങൾക്ക് റൂമിൽ അങ്ങനെ ഒരുപാട് നേരം സ്റ്റേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒരു റൂം എടുത്ത്, കാരണം ഞങ്ങൾക്ക് ബാഗൊക്കെ അപ്പം തന്നെ ഇറങ്ങാമെന്നാണ്. അപ്പം ഞങ്ങൾ ചെന്ന് അവിടെ നിന്ന് ഞങ്ങൾ അപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷായി ഇറങ്ങി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഗീ റോസ്റ്റാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങളെല്ലാം വാരിപ്പറക്കി കഴിച്ചിട്ട് അപ്പം തന്നെ ഇറങ്ങി. ഞങ്ങൾ അവിടെ പോളിടെക്നിക് കോളേജിലായിരുന്നു കേട്ടോ മത്സരം നടക്കുന്നത്. അപ്പം മത്സരത്തിനുള്ളവർ വെസ്റ്റ് ബംഗാൾ, കർണാടക, ന്യൂഡൽഹി അങ്ങനെ പല സ്റ്റേറ്റിലുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഗ്യാങ് പോകുന്നുണ്ട്. നമ്മുടെ കേരള സ്റ്റേറ്റിനെ പ്രതിനിധീകരിച്ചുള്ള ആൾക്കാരാണ് കേട്ടോ. കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എങ്ങനെയാകും എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇവരെന്തായാലും ഇവരുടെ സജ്ജീകരണങ്ങളൊക്കെ ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിറകെ പോകുന്നത് ചേട്ടൻ്റെ മാസ്റ്ററുടെ മോനാണ് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ വിരുവിരുന്ന് നടക്കുകയാണ്. അവിടെ ഹിന്ദിക്കാരുണ്ട്, തമിഴ് സംസാരിക്കുന്നവരുണ്ട്, പല പല ലാംഗ്വേജസിൻ്റെ ആൾക്കാരുണ്ട്. എല്ലാവരുടെ അടുത്തും അവൻ കയറി മിങ്കിളായിട്ടോ. എന്തായാലും അവരുടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചേട്ടനാണ് കേട്ടോ റെഡ്. നോക്കാം നമുക്ക്. എനിക്കിങ്ങനെ ഫൈറ്റൊക്കെ കാണുമ്പോൾ ഇടുക്കി ചേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ടൂർണമെൻറ്റിൻ്റെ ഇടയ്ക്കിടന്ന് അങ്ങനെ കാണിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലടക്കി പിടിച്ചിരുന്ന ഫൈറ്റിംഗ് കാണുമായിരുന്നു ഗൈസ്. അങ്ങനെ എന്തായാലും എൻ്റെ ചേട്ടൻ ഗപ്പ് കിട്ടി ഗൈസ്. അങ്ങനെ എല്ലാവർക്കും കിട്ടിയ ഗപ്പുകളുമായിട്ട് ഞങ്ങൾ ഫോട്ടോഷൂട്ടിനെത്തി. എന്തായാലും എല്ലാവരും കൂടെ അങ്ങ് അർമാദിച്ച് ഗൈസ് ഞങ്ങളുടെ വിജയം അങ്ങ് ആഘോഷിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ തിരിച്ച് വരണമല്ലോ, പിറ്റേന്ന് ജോലിക്ക് കയറണം ഗൈസ്. അതിൻ്റെ സങ്കടമുള്ളിലുണ്ട്. പക്ഷേ വന്ന ഞങ്ങൾ ആരും വെറും കൈയോടെ പോയില്ല. അതിന് സന്തോഷം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിൻ കാത്തിരുന്ന് ലാസ്റ്റ് എവിടെയോ ഒരു ചിഹ്നം വിളി ഞങ്ങൾ കേട്ടു. അതിനിടയ്ക്കാണ് കേട്ടോ. ഇത് മാസ്റ്ററിൻ്റെ 2 പുത്രന്മാരാണ് കേട്ടോ. ഇളയവൻ നല്ല കുരുപ്പാണ് കേട്ടോ. എന്തായാലും അവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ടൈം പോകുന്ന അറിയാൻ പറ്റില്ല. അപ്പം ഞങ്ങൾ എന്തായാലും AC 3 ടയറാണ് കേട്ടോ ബുക്ക് ചെയ്തത്. പക്ഷേ അത് ലാസ്റ്റ് ഞങ്ങൾക്ക് അതിൻ്റെ സീറ്റിംഗ് ഒക്കെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെയിറ്റിംഗ് ലിസ്റ്റിലൊക്കെ ആയിരുന്നു. പലരും പല പല സ്ഥലത്തായിരുന്നു. പിന്നെ അകത്ത് അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല. അങ്ങനെ വെളുപ്പിന് ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വിജയശ്രീ ലളിതരായി ഞങ്ങൾ തിരിച്ചു കൊച്ചിയിലെത്തി ഗൈസ്. ടാറ്റാ.